കിരൺ കുമാറിന് ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശിക്ഷ മരവിപ്പിക്കണമെന്ന പ്രതിയുടെ ആവശ്യം അംഗീകരിച്ചാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഷബ്ന ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷബ്ന, സ്ത്രീധന പീഡനം അടക്കമുള്ള കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയായ ഒരു കേസാണ് വിസ്മയ കേസ്. അതിലാണിപ്പോൾ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നത് പ്രതിക്ക്. എന്തൊക്കെയാണ് ഇതിൽ ജാമ്യം അംഗീകരിക്കുവാൻ, ജാമ്യം കൊടുക്കുവാൻ കോടതി കണ്ടെത്തിയിരിക്കുന്ന കാരണങ്ങൾ? എന്തൊക്കെ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നു? ലക്ഷ്മി, സുപ്രീം കോടതിയാണ് ഈ ശിക്ഷാവിധി മരവിപ്പിച്ചിട്ടുള്ളത്. കൊല്ലം അഡീഷണൽ കോടതി വിധിച്ച 10 വർഷം തടവ് ശിക്ഷയാണ് മരവിപ്പിച്ച് ഇപ്പോൾ പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. ഈ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് കിരൺകുമാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ആദ്യം സെഷൻസ് കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും അപേക്ഷ നൽകിയെങ്കിലും ഹൈക്കോടതി ഉൾപ്പെടെ ഈ ആവശ്യം നിരസിച്ചിരുന്നു. പിന്നീടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിനുശേഷം ഇപ്പോൾ സുപ്രീം കോടതി ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുന്നു. തുടർന്നാണ് ജാമ്യം അനുവദിക്കാൻ ഉത്തരവായിട്ടുള്ളത്. 2021 ജൂൺ 21 വിസ്മയെ കൊല്ലത്തെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള കൊലപാതകമാണ് എന്നതായിരുന്നു വിസ്മയുടെ മാതാപിതാക്കളുടെ ആരോപണം. തുടർന്ന് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 10 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പ്രതി ഈ ശിക്ഷാവിധി മരവിപ്പിക്കണം, തന്നെ ഈ കേസിൽ ബോധപൂർവം പ്രതിയാക്കിയായിരുന്നു, തനിക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഏതായാലും സുപ്രീം കോടതി ഇപ്പോൾ ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുന്നു. ശിക്ഷാവിധി മരവിപ്പിച്ചാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഈ കേസ് വന്നതിനെ തുടർന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ കിരൺകുമാറിനെ സ്ത്രീധനത്തിന്റെ പേരിൽ വിസ്മയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു എന്ന് കണ്ടെത്തി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. അതോടൊപ്പം തന്നെ കേരള സിവിൽ സർവീസ് ചട്ടം അനുസരിച്ചായിരുന്നു ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചത്. പിന്നീട് ഈ കിരൺകുമാറിനെ ശിക്ഷിക്കുകയും ജയിലിലാകുകയും ചെയ്തു. അതിനുശേഷമായിരുന്നു ഇപ്പോൾ ഏതായാലും ജാമ്യം അനുവദിച്ച് ശിക്ഷാവിധി സുപ്രീം കോടതി മരവിപ്പിച്ചിട്ടുള്ളത്. ഈ ശിക്ഷാവിധി തന്നെ മരവിപ്പിക്കുന്നതിലേക്ക് പോയിരിക്കുന്നു. ജാമ്യം ലഭിച്ചിരിക്കുന്നു. എപ്പോഴായിരിക്കും ഇയാൾക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങുവാൻ കഴിയുന്നത്? എപ്പോഴായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വിസ്മയുടെ കുടുംബവും പ്രോസിക്യൂഷനും അടക്കം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതിന്? ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ 10 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. അതിനുശേഷം ഈ സെഷൻസ് കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഇതിലേക്ക്, ഈ വാർത്തയിലേക്ക് തിരിച്ചു വരാം. വലിയ വാർത്തയാണ് ഏതായാലും ഉണ്ടായിരിക്കുന്നത്, അതിലേക്ക് തിരിച്ചു വരാം.